മുള്ളൻകൊല്ലി പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുവും കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണ വിധേയനായ തങ്കച്ചൻ, ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണ് സംഭവത്തിന് പിന്നിലെന്ന് പ്രതികരിച്ചിരുന്നു. വീടിനടുത്തുള്ള കുളത്തിലാണ് ജോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോഷില ചേരുകയാണ്. ജോഷില, എപ്പോഴായിരുന്നു ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, മുള്ളൻകൊല്ലി പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടത്തെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണ് നേരത്തെ ഉണ്ടായ ഒരു പ്രമാദമായ ഒരു കേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. വയനാട് മുള്ളൻകൊല്ലി കേന്ദ്രീകരിച്ച് ഉണ്ടായ സംഭവമാണ്. അതിൽ പുൽപ്പള്ളിയിലെ തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ സംഭവമുണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണ് സംഭവത്തിന് പിന്നിൽ എന്ന് തങ്കച്ചൻ ആരോപിച്ചിരുന്നു. വീടിനടുത്തുള്ള കുളത്തിലാണ് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഈ സംഭവം സംബന്ധിച്ചുള്ള ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് നേരത്തെ നേതാക്കളടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ ജോസ് നെല്ലേടത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വീണ്ടും വലിയ രീതിയിലുള്ള വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. സമി, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും ഒക്കെ പിടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ജോഷില. ഷമി, പുൽപ്പള്ളിയിലെ തങ്കച്ചൻ എന്ന ആളുടെ, അതായത് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായ തങ്കച്ചന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മദ്യവും കണ്ടെത്തിയത്. എന്നാൽ ഇത് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണ് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം തന്നെ തങ്കച്ചൻ ഈ സ്ഫോടക വസ്തു പിടിച്ചതുമായി ബന്ധപ്പെട്ട് 17 ദിവസം ജയിലിൽ കഴിയേണ്ട സാഹചര്യവുമുണ്ടായി. അതിനുശേഷം പോലീസിന്റെ അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ ചതിച്ചതാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഈ ജോസ് നെല്ലേടം പ്രസ്താവനയുടെ ഭാഗമായി ഈ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ, അതായത് IC ബാലകൃഷ്ണനെയും അതുപോലെ തന്നെ DCC പ്രസിഡന്റും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് താൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണ് സംഭവത്തിന് പിന്നിൽ എന്നും തങ്കച്ചൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ സംഭവങ്ങളൊക്കെ പ്രമാദമായി നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഷമി, രാഷ്ട്രീയമായ എന്തെങ്കിലും വിഷയങ്ങൾ, കാര്യമായ പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഷമി, ഇതുവരെ ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് ഇതിന്റെ പിന്നിൽ ശക്തമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വയനാട്ടിലെ കോൺഗ്രസിൽ വലിയ ചേരിപ്പോര് നടക്കുകയാണ്. അത് മാത്രമല്ല, അത് വഴിവിട്ട രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മുള്ളൻകൊല്ലി ഇതിലുണ്ടായ വികസന സമിതി യോഗത്തിലാണ് ND അപ്പച്ചന് മർദ്ദനമേൽക്കുന്ന അവസ്ഥയുണ്ടായത്. അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മർദ്ദിക്കുന്ന സ്ഥിതിയായിരുന്നു. അതിനുശേഷം ഉണ്ടായ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന നടന്നതെന്നും തന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് വെച്ചതാണെന്നുമുള്ള ആരോപണം തങ്കച്ചൻ, വാർഡ് പ്രസിഡന്റായ തങ്കച്ചൻ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യവും പുറത്തു വന്നത്. ആ നെല്ലേടത്തെ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ തന്നെ കടന്നു വന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ഈ ഒരു രീതിയിലേക്ക്, നമുക്കറിയാം നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ജില്ലാ ട്രഷററായിരുന്ന NM വിജയൻ അടക്കം ആത്മഹത്യ ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോര് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം ആത്മഹത്യ ചെയ്യുന്ന രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് വയനാട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും വയനാട്ടിലെ ഗ്രൂപ്പ് പോര് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട തലങ്ങളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് NM വിജയന്റെ ആത്മഹത്യ
ഓടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി. പിന്നീട് അത് സംബന്ധിച്ച് ഒരു അന്വേഷണവുമില്ല. കുടുംബത്തിൻ്റെ അടക്കം പരാതിയിൽ പോലും കാര്യമായ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്ത നിർജീവമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. IC ബാലകൃഷ്ണൻ്റെ പൂർണ്ണമായ ഒരു നിയന്ത്രണത്തിൽ അവിടുത്തെ കോൺഗ്രസ് പോകുമ്പോൾ എതിരാളികൾക്ക് അഭിപ്രായം പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവിടുത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ജീവനൊടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം ND അപ്പച്ചന് മർദ്ദനമേൽക്കുകയുണ്ടായ സംഭവത്തിൽ IC ബാലകൃഷ്ണന്റെ ഗ്രൂപ്പിന് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെ ആരോപണമായി ഉയർന്നിരുന്നു. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് തിരിച്ച് അതായത് ND അപ്പച്ചന് മർദ്ദനമേറ്റതിന് പിന്നാലെ ഈ ഒരു സംഭവം കൂടി, അതായത് പുൽപ്പള്ളിയിലെ വാർഡ് പ്രസിഡന്റായ തങ്കച്ചന്റെ, അതായത് IC ബാലകൃഷ്ണൻ അനുകൂലിയാണ് തങ്കച്ചന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും മദ്യവും പോലീസ് പിടികൂടുന്നത്, തങ്കച്ചനെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് നേരത്തെ ND അപ്പച്ചനും സംഘവും ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് തങ്കച്ചൻ ആരോപണം ഉന്നയിച്ചിരുന്നു. പോലീസ് അത് തെളിയിക്കുകയും ചെയ്തു. പോലീസിന് അത് വ്യക്തമായതാണ്. ആ രീതിയിൽ കേസന്വേഷണവും പ്രതികളെ പിടികൂടാനുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റുള്ളവരൊക്കെ തന്നെ ഒളിവിൽ പോയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തങ്കച്ചൻ, ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവർ സംഭവത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജോസ് നെല്ലേടത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ, കുളത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇപ്പോൾ കണ്ടെത്തുന്നത്. ഷമി.